LDF ഗവൺമെന്റ് ആയിരുന്നപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ SLP ഫയൽ ചെയ്തായിരുന്നു. അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റിന്റെ കൂടെ സർക്കാർ കക്ഷി ചേരുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മളും നമ്മുടെ ഭാഗത്തിന് വേണ്ടി ഒരു വക്കീലിനെ ഹാജരാക്കിയിരുന്നു. അപ്പൊ അതിനുശേഷം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആ SLP പൂർണ്ണമായിട്ട് പിൻവലിച്ചു. ഞങ്ങൾ മുരളീധരൻ സാറിനെ കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അദ്ദേഹം കട്ട് ആൻഡ് ടേൺ ആയിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു, ഇതിൽ കക്ഷി ചേരാൻ പറ്റത്തില്ല. SLP പിൻവലിച്ചോടെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇല്ലാതായിപ്പോയി. സുപ്രീം കോടതിയിൽ നമ്മൾ കൊടുത്ത വക്കീലിന് കൊടുക്കേണ്ട പൈസ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പലരും പല പണിക്ക് പോകുന്നവരാ. അപ്പൊ ഇവ എല്ലാവരും കൂടെ പിരിച്ച ഒരു പൈസ യുവതലമുറയുടെ വോട്ട് വാങ്ങിച്ച് ഭരണത്തിൽ കയറി വന്ന ഒരു സർക്കാരാണ്. ആ സർക്കാർ എന്തുകൊണ്ട് KDRB വിഷയം വരുമ്പോൾ ഞങ്ങൾക്ക് തിരിഞ്ഞ് താൽക്കാലികക്കാർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു? താൽക്കാലികക്കാരെന്ന് പറയുന്ന അവരെ ഏകദേശം 4-5 ലക്ഷം രൂപ ഓരോ സിറ്റിങ്ങിൽ ഓരോ അഡ്വക്കേറ്റിനെ കൊടുത്താണ് അവർ കേസിന് കൊണ്ടുവരുന്നത്. അത്രയും കൊടുക്കാനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. നമസ്കാരം. കേരള PSCയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയെ സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഇതിനോടകം കേസ് എടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ മറ്റൊരു നിയമനം കൂടി വിവാദത്തിലേക്ക് എത്തുകയാണ്. അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ 38 തസ്തികകളിലേക്ക് പരീക്ഷ നടത്തിയ നടപടിക്കെതിരെ അവിടുത്തെ താൽക്കാലിക ജീവനക്കാർ വിവിധ കോടതികളെ സമീപിച്ചു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നു. ഈ കേസിൽ കഴിഞ്ഞ സർക്കാർ കക്ഷി ചേർന്നിരുന്നു. ആ കഴിഞ്ഞ സർക്കാർ കക്ഷി ചേർന്നിരുന്നെങ്കിൽ ഈ സമയത്ത് ഇപ്പോഴുള്ള നിലവിലുള്ള സർക്കാർ ഇതിൽ നിന്നും ഏകപക്ഷീയമായിട്ട് പിന്മാറിയിരിക്കുകയാണ്. ഇതോടുകൂടി ഈ കേസ് നടത്തേണ്ട ചുമതല ഉദ്യോഗാർത്ഥികളുടെ തലയിൽ എത്തിയിരിക്കുന്നു. അവർ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവർ സാമ്പത്തിക ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ പരീക്ഷ 100 കണക്കിന് വിദ്യാർത്ഥികൾ 1 ലക്ഷത്തോളം പേർ പഠിച്ച് എഴുതിയ പരീക്ഷയാണ്. ഈ പരീക്ഷ അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് നിലകൊള്ളുകയാണ്. അപ്പോഴും താൽക്കാലിക ജീവനക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ ഈ നമ്മുടെ സർക്കാർ പോകുന്നു എന്നാണ് അവരുടെ ആരോപണം. ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ ഒരാളായിട്ടുള്ള കരുനാഗപ്പള്ളി സ്വദേശി അനന്തു നമുക്കിപ്പോൾ ഉണ്ട്. എന്താണ് അനന്തു ഈ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ വർഷം 2025 ജൂലൈ 20-നാണ് എക്സാം എഴുതുന്നത്. അതും സുപ്രീം കോടതിയുടെ വിധി പ്രകാരം 6 മാസത്തിനുള്ളിൽ നിയമനം നടത്തണമെന്നും പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി ഒരു വിധി പ്രകാരം എക്സാം നടത്തുന്നത്. KDRB കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാം എക്സാം എഴുതി കുറെ നാൾ കൂടിയിട്ടും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പം അതിനെതിരെ നമ്മൾ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്ന ഹൈക്കോടതിയിൽ ഈ താൽക്കാലികക്കാരുടെ വക്കീൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ അപ്പനാണ് അറിയുന്നത്. അതിനുശേഷം നമ്മൾ ഹൈക്കോടതിയിൽ ഒരു വക്കീലെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. അപ്പം അതിനുശേഷം സുപ്രീം കോടതിയിലും ഈ വാദം മുന്നോട്ട് പോയി. അപ്പോൾ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ LDF ഗവൺമെന്റ് ആയിരുന്നപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ SLP ഫയൽ ചെയ്തായിരുന്നു. അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റിന്റെ കൂടെ സർക്കാർ കക്ഷി ചേരുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മളും നമ്മുടെ ഭാഗത്തിന് വേണ്ടി ഒരു വക്കീലിനെ ഹാജരാക്കിയിരുന്നു. അപ്പൊ അതിനുശേഷം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആ SLP പൂർണ്ണമായിട്ട് പിൻവലിച്ചു. ഇപ്പം നമ്മുടെ കോടതിയിലെ കാര്യങ്ങൾ നോക്കേണ്ടത് KDRBയും നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള വക്കീലും കൂടിയാണ്. അപ്പൊ SLP പിൻവലിച്ചോടെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇല്ലാതായിപ്പോയി. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ നമ്മൾ കൊടുത്ത വക്കീലിന് കൊടുക്കേണ്ട പൈസ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പലരും പല പണിക്ക് പോകുന്നവരാ. അപ്പൊ ഇവ എല്ലാവരും കൂടെ പിരിച്ച ഒരു പൈസയും പല ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മളെ സഹായിച്ചിട്ടുണ്ട് കോടതിയിലെ വക്കീലിനെ ഹാജരാക്കാൻ വേണ്ടി. അപ്പം കഴിഞ്ഞ ജൂലൈ മാസം 28-ാം തീയതി ആയിരുന്നു ഒരു വാദം നടന്നത്. അന്ന് ഗവൺമെന്റ് SLP പിൻവലിക്കുകയുണ്ടായത്. SLP പിൻവലിച്ച് അവർ പിന്മാറി. സർക്കാർ പിന്മാറി. ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഓൾറെഡി അവർ എതിർകക്ഷികളായിരിക്കും സ്വാഭാവികമായിട്ടും. മറ്റവർ കൊടുത്ത ഹർജിയിൽ എതിർകക്ഷികളായിരിക്കും. നിങ്ങൾ അതിൽ കക്ഷി ചേരുകയാണോ? ഞങ്ങൾ കക്ഷി ചേരുക. നിങ്ങളുടെ അസോസിയേഷൻ ഉണ്ടോ? ഞങ്ങളുടെ ഗ്രൂപ്പ് വെച്ചിട്ട്. ഓക്കെ. എക്സാം എഴുതിയ എല്ലാവരോടും പേര് ഒരു കൂട്ടായ്മ. ഇത് 38 തസ്തികളാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏതൊക്കെ തസ്തികളാണ് അതിനകത്ത് വരുന്നത്? ഇതിനകത്ത് LD ഉണ്ട്, LGS ഉണ്ട്, പ്ലംബർ, അങ്ങനെ വിളക്കുവട, അങ്ങനെ കുറെ പോസ്റ്റുകളുണ്ട്. 38 പോസ്റ്റ്. അതിൽ എത്ര ഒഴിവുണ്ടെന്ന് കണക്കാക്കി? ഒഴിവുണ്ടായിരുന്നു. ഓരോരുത്തരും സ്പെസിഫിക് ഒഴിവ് വെച്ചിട്ടാണ് ഇത് നോട്ടിഫിക്കേഷൻ വരുന്നത് KDRBയുടെ. ഓക്കെ. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ എത്ര ക്ഷേത്രങ്ങളുണ്ട്? ഗുരുവായൂരിന്റെ കൂടെ 12 ഉണ്ട്. അപ്പൊ അവിടത്തേക്ക് എല്ലാത്തേക്കും കൂടെ ആണ് ഈ വിളിച്ചിരിക്കുന്നത് അല്ലെ? ഇതിന്റെ ചോദ്യം അങ്ങനെ എത്ര മാർക്കിന്റെ പരീക്ഷയായിരുന്നു? 100 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ തന്നെ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ്. നമ്മൾ PSC പഠിക്കുന്നതുകൊണ്ട് തന്നെ 20 മാർക്ക് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടായിരിക്കും പല പ്ലാറ്റ്ഫോമിന്റെയും കോഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട്. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആയിരുന്നു. ഇതെല്ലാം എടുത്തിട്ടും എന്തുകൊണ്ട് സർക്കാർ ഇങ്ങനെ പിന്മാറിയെന്ന് നമുക്കറിയില്ല. ഈ ഇവരുടെ അവകാശവാദം എന്താണ്? ഈ താൽക്കാലികക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവര് 10 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്ന
അവരെ സ്ഥിരപ്പെടുത്തണമെന്നുള്ള ഒരു വാദം കൊണ്ടാണ് ആദ്യം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിരുന്നത്. ഓക്കെ. രണ്ടിടത്തുനിന്നും ഇവർക്കെതിരായിട്ടുള്ള ഒരു വാദമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. അത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിലുള്ളപ്പോൾ അത് നടത്തേണ്ടത് അവർ തന്നെയാണ് നടത്തേണ്ടത് തന്നെയാണ്. എന്നുള്ളത്. ഇപ്പൊ എന്താണ് ഇവരുടെ വാദം? ഇപ്പൊ പുതുതായിട്ട് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന വാദം കറന്റ് ഇപ്പൊ നടക്കുന്നതെന്ന് പറഞ്ഞാൽ KDRBയുടെ അധികാരത്തെ എടുത്തു മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റിന് ഗുരുവായൂരിലേക്ക് നിയമനം നടത്താനുള്ള അധികാരം ഇല്ല, അത് ഗുരുവായൂർ മാനേജിംഗ് കമ്മിറ്റിക്കാണെന്നുള്ള വിധത്തിലേക്കാണ് ഇപ്പൊ വാദങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിക്കാണ്. നേരത്തെ അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ 1978 എന്തോ സംഭവം ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. ഓക്കെ. അതിപ്പം സുപ്രീം കോടതി തീരുമാനമൊന്നും ആയിട്ടില്ല. ഇപ്പൊ എത്ര സിറ്റിംഗ് കഴിഞ്ഞത്? 5 മണ്ടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല? ഇതിനകത്ത് പലരും, നമ്മുടെ ഗ്രൂപ്പിലുള്ള പലർക്കും ഇനിയൊരു എക്സാം എഴുതാനുള്ള ഏജ് ലിമിറ്റ് കഴിഞ്ഞ്. അപ്പൊ അവരെല്ലാം ഇത് പ്രതീക്ഷിച്ചിട്ട് വേണ്ടി തന്നെ ഇരിക്കുകയാണ്. ഈ ഒരു വർഷമായിട്ടും റാങ്ക് ലിസ്റ്റ് പോലും അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് എന്നായിരുന്നു പരീക്ഷ? കഴിഞ്ഞ വർഷം 2025 ജൂലൈ 20 എക്സാം LGSന്റെ. മാർച്ചിലാണെന്ന് തോന്നുന്നു വിജ്ഞാപനം വരുന്നത് അല്ലേ? ആ സമയത്താണ് അന്നാണ് വിജ്ഞാപനം വരുന്നത്. ജൂലൈയിൽ ഇത് ജൂലൈയിൽ. ഇതിപ്പോ ഈ താൽക്കാലികക്കാരെന്ന് പറയുന്നത് രാഷ്ട്രീയ നിയമനമല്ലേ ഇതല്ല? രാഷ്ട്രീയ നിയമനമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ നിയമനമായിട്ട് പോലും കഴിഞ്ഞ സർക്കാർ നിങ്ങളുടെ കൂടെ നിന്നപ്പോഴാണ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഇത് പിൻവലിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിമാൻഡ് എന്താണ് ഇപ്പോൾ? ഞങ്ങൾ ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണം, ഇതിലേക്ക് ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണം. അപ്പോൾ പുതിയ നിയമനിർമ്മാണം നടത്തേണ്ടി വരത്തില്ല? ഇപ്പൊ ഈ പറയുന്ന വസ്തുത ശരിയാണെങ്കിൽ സുപ്രീം കോടതിയിൽ അവർ അങ്ങനെ ഒരു പോയിന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറികടന്ന് പോകുന്ന കാര്യത്തിൽ വേണ്ട നടപടികൾ എടുക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോ എന്തായാലും കോടതിയിൽ വാദിക്കാൻ പറ്റുന്നത് ആ നിയമം അബോളിഷ് ചെയ്തിട്ട് പുതിയ നിയമം കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പൊ ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഭാവി കൂടെ അതിൻ്റെ ഉള്ളിൽ വരുന്നില്ലേ? അല്ലെ? ഇതൊക്കെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എത്രയാണ്? ഇത് 7th ക്വാളിഫിക്കേഷൻ ഉണ്ട്, +2, ഡിഗ്രി, പല ക്വാളിഫിക്കേഷൻ. അത് പോരാഞ്ഞിട്ട് ഈ 14 ജില്ലകൾക്കും കൂടി ആകെപ്പാടെ 2 സെന്ററേ ഉള്ളായിരുന്നു, തൃശ്ശൂറും തിരുവനന്തപുരം. അപ്പം കാസർഗോഡ് ഉള്ളവനും തിരുവനന്തപുരം ഉള്ളവനും ഇവിടെ എല്ലായിടും മിക്സ് ആയിട്ടായിരുന്നു. അതായത് തിരുവനന്തപുരത്തും തൃശ്ശൂർ മാത്രമേ ഉള്ള എക്സാം സെന്റർ ഉള്ളത്. അതും ഈ ഓരോ പോസ്റ്റിനും നമ്മൾ തുക അടച്ചിട്ടാണ് എക്സാം എഴുതുന്നത്. പരീക്ഷാ ഫീസ് ഉണ്ട്. LGSന് 300 രൂപ, LD എഴുതുന്നതിന് 500 രൂപ, പിന്നെ ഉയർന്ന പോസ്റ്റിലേക്ക് 1000 രൂപ. അതായത് 300 രൂപ തൊട്ട് 1000 രൂപ വരെയുള്ള ഫീസ് വാങ്ങിയിട്ടാണ് KDRB എക്സാം കണ്ടക്ട് ചെയ്തത്. അപ്പൊ അത് ചെലവ്, അതിനുള്ള ചെലവ് നമ്മുടെ എക്സാം ചെലവ്, യാത്ര, നമ്മൾ അത്രയും നാള് കിട്ടിയ എഫേർട്ട്, അതിനെല്ലാം ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലായി പോയി. അപ്പൊ ഈ താൽക്കാലികക്കാരെങ്കിലും നിങ്ങളുടെ കൂടെ എക്സാം എഴുതിയിട്ടുണ്ടോ? ഉണ്ട്, താൽക്കാലികക്കാർ എക്സാം എഴുതിയിട്ടുണ്ട്. താൽക്കാലികരുടെ പരിഗണിച്ച് എക്സാം നടത്തണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. അത് പ്രകാരം അവർക്ക് ഈ നമ്മുടെ കട്ട് ഓഫ് മാർക്ക് കടക്കാതെ തന്നെ അവരുടെ പ്രവൃത്തി പരിചയത്തിന് ഓരോ വർഷവും 1 മാർക്ക് വെച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ 10 മാർക്ക് വരെ ഓരോ താൽക്കാലികക്കാരനും കിട്ടുന്നുണ്ട്. അഡീഷണൽ മാർക്ക് കൊടുക്കുന്നുണ്ട്. ഗ്രേസ് മാർക്ക് സാധാരണ നമ്മൾ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത് കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടാണ്. ഇത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാതെ തന്നെ ഓരോ താൽക്കാലികക്കാർക്കും അവര് ജോലി ചെയ്ത് ഓരോ വർഷത്തിനും ഓരോ മാർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവര് കൊണ്ടുപോയി എന്താ ഈ സംഭവം, എന്താ ഈ സിസ്റ്റം ചെയ്യുന്നതെന്നാ. അത് എത്ര പേരുണ്ടാവും? ഇവര് ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് പേര് കാണും, ജീവനക്കാർ ഒരുപാട് പേരാണ്. അത് പേരെങ്ങനെയാണ്? ശാരിക. എവിടെയാ? തിരുമല. ഈ പരീക്ഷ എവിടെ എഴുതിയ? കരമനയിലാണ്, തിരുവനന്തപുരത്താണ് എഴുതിയത്. അപ്പൊ ഈ ജോലിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് ദേവസ്വം മിനിസ്റ്റർ വാസവൻ സാറിനൊക്കെ ചെന്ന് കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ നോക്കാം, ഞങ്ങൾ കക്ഷി ചേരാം എന്നൊക്കെ കണ്ടിരുന്നു. എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന എല്ലാ മന്ത്രിമാരും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാരണം അവരെ ചെന്ന് കണ്ടിട്ട് നമുക്കൊരു സമാധാനത്തോടെയാണ്, അവരുണ്ടല്ലോ കൂടെ എന്ന് വിചാരിച്ച് സമാധാനത്തോടെയാണ് ഞങ്ങൾ മടങ്ങി നിന്നാണ്. ഇപ്പോൾ ഞങ്ങൾ മുരളീധരൻ സാറിനെ കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അദ്ദേഹം കട്ടൻ ട്രെയിനായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു, ഇതിൽ കക്ഷി ചേരാൻ പറ്റത്തില്ല, കാരണം അവർക്ക് എന്തോ നോട്ടീസ് കിട്ടണം, അത് ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ കക്ഷി ചേരാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് സാർ സംസാരിച്ചത്. അത് ഞങ്ങൾക്ക് ശേഷം വേറെ കുറച്ച് ടീമും കൂടി സാറിനെ കാണാൻ വേണ്ടി കയറിയിരുന്നു. അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു മാനുഷിക പരിഗണന പോലും മിനിസ്റ്റർ കാണിച്ചില്ല. അതെല്ലാം 21-ാം തീയതി കേസ് കഴിയട്ടെ എന്നായിരുന്നു. ഇപ്പൊ കേസിന് 2 പ്രാവശ്യം കൊണ്ട് KDRBയുടെ അഡ്വക്കേറ്റ് ഹാജരായില്ല. അദ്ദേഹത്തിന് എന്തോ അസൗകര്യം കൊണ്ട് ഹാജരായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റും ഇനി അങ്ങോട്ട് നമ്മുടെ അഡ്വക്കേറ്റും KDRBയുടെ അഡ്വക്കേറ്റും മാത്രമേ ഉള്ളൂ. KDRB ആണ് ഇപ്പം ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്, ഗവൺമെന്റ് സപ്പോർട്ടീവ് ഇല്ല.
ഗവൺമെന്റ് ഇപ്പോൾ നിലവിൽ സപ്പോർട്ട് ചെയ്യുന്നത് താൽക്കാലികക്കാരെ വേണ്ടിയിട്ടാണ്. കാരണം കോൺഗ്രസിന്റെ യൂണിയനാണ് കേസ് കൊടുത്തത്. അവർക്ക് ഒരുപാട് താൽക്കാലികക്കാർക്ക് ഒരുപാട് ഈ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 10 മാർക്ക് ആദ്യം ഇറക്കിയ നോട്ടിഫിക്കേഷനിൽ ഈ കട്ട് ഓഫ് കടന്നവർക്ക് മാത്രമേ താൽക്കാലികക്കാർക്കുള്ള 10 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരുത്തി ഒരു നോട്ടിഫിക്കേഷൻ KDRB ഇട്ടായിരുന്നു. അത് എക്സാം കടക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് 10 മാർക്ക് വീതം ഗ്രേസ് മാർക്ക് കൊടുക്കും എന്നുള്ളത്. പിന്നെ ഏകദേശം 50 വയസ്സ് വരെ ഉള്ളവരെ എഴുതിയിട്ടുണ്ടായിരുന്നു എക്സാം. താൽക്കാലികക്കാര് 50 വയസ്സ് വരെ അവർക്ക് ഏജിനും റിലാക്സേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും കിട്ടാതെയാണ് ഞങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി. ഞങ്ങൾക്ക് ഗ്രേസ് മാർക്കില്ല, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഈ കേസിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം. കാരണം താൽക്കാലികക്കാർക്ക് എതിരാണ് എന്ന് പറഞ്ഞ് യുവതലമുറയുടെ വോട്ട് വാങ്ങിച്ച് ഭരണത്തിൽ കയറി വന്ന ഒരു ഇത് പാർട്ടിയാണ്, ഒരു സർക്കാരാണ്. ആ സർക്കാർ എന്തുകൊണ്ട് KDRB വിഷയം വരുമ്പോൾ ഞങ്ങൾക്ക് തിരിഞ്ഞ് താൽക്കാലികക്കാർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു? ഞങ്ങൾ ജോലിക്കും പോയി, വേറെ ചെറിയ ചെറിയ ജോലികളും ചെയ്ത്, വീട്ടു ജോലികളും ചെയ്ത്, ഒരു സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടിലെ കുട്ടികളെ ജോലിയുണ്ട്, വീട്ടിലെ ജോലികളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം കിട്ടത്തുള്ളൂ പഠിക്കാൻ വേണ്ടി. ആ സമയത്താണ് ഞങ്ങളിരുന്ന് പഠിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ആ ഒരു എഫേർട്ടിന് ഒരു വിലയില്ലാതെ പോവുകയല്ലേ. അത്രയും പ്രതീക്ഷയാണ് ഈ സർക്കാർ കയറി വരുമ്പോൾ ഞങ്ങൾക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാ കാര്യം നല്ലതായിട്ട് നടക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ എല്ലാം നേരെ തിരിച്ചാണ് നടക്കുന്നത്. അപ്പൊ ദേവസ്വം മന്ത്രിക്ക് വിരുദ്ധ നിലപാടാണ് നിങ്ങളോട്, അല്ലേ? അപ്പൊ അതിന് എന്താണ് കാരണമെന്ന് പറഞ്ഞുകൂടാ? അതിന് കാരണം എന്ന് വെച്ചാൽ തെളിവില്ലേ, കോൺഗ്രസിന്റെ യൂണിയനാണ് കേസ് കൊടുത്തത്. പിന്നെ അവരുടെ ഒപ്പമല്ലേ നിക്കത്തുള്ളൂ, നമ്മുടെ കൂടെ നിക്കത്തില്ലല്ലോ. നമുക്ക് അധികാരവും ഇല്ല, പൈസ ഇല്ല. ഇനിയും കേസ് നീണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെലവാക്കാൻ ഞങ്ങളുടെ പൈസ ഇല്ല. കാരണം അത്രത്തോളം ഞങ്ങൾ എക്സാം ഫീസ് അടച്ചാണ് ഈ എക്സാം എഴുതിയത്. പിന്നെ അതുപോലെ പല ഓൺലൈനിൽ നമ്മൾ ക്ലാസ്സിന് ചേർന്നിട്ടാണ് ഈ എക്സാം പഠിച്ചിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പൈസ, പിന്നെ ഈ കാസർഗോഡുള്ള ആളുകൾ തിരുവനന്തപുരത്ത് വന്നിട്ടാണ് എക്സാം എഴുതിയത്, ട്രാവലിങ്ങിനുള്ള പൈസ. പിന്നെ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് നടത്തി, സുപ്രീം കോടതിയിലും കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ താൽക്കാലികക്കാരെന്ന് പറയുന്ന അവരെ ഏകദേശം 4-5 ലക്ഷം രൂപ ഓരോ സിറ്റിങ്ങിൽ ഓരോ അഡ്വക്കേറ്റിനെ കൊടുത്താണ് അവര് കേസിന് കൊണ്ടുവരുന്നത്. അത്രയും കൊടുക്കാനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ ഈ സർക്കാർ പിന്മാറിയത് ഇവരെ സഹായിക്കാൻ വേണ്ടിയാണ്? ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പിന്മാറിയത്. നേരത്തെ സർക്കാർ തന്നെയാണ് മുന്നിട്ട് നിന്നത്. അത് അന്നും എനിക്ക് തോന്നുന്നു അതും രാഷ്ട്രീയമായിരുന്നു, അല്ലേ? അവര് LDF സർക്കാർ ഭരിക്കുമ്പോൾ കോൺഗ്രസ് യൂണിയന്റെ കേസിനെതിരെ അവർ ശക്തമായിട്ട് രംഗത്ത് പോയി എന്ന് കരുതാം, അല്ലേ? പേരെന്താ? പ്രവീൺ. എവിടുന്നാ വരുന്നത്? കൊല്ലം തിരുമുല്ലവാരം. ഇപ്പൊ ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ആ അധികാരം ഗുരുവായൂർ ദേവസ്വത്തിൽ ഇല്ലെന്നാ പറഞ്ഞത്. അവിടുത്തെ ക്ഷേത്ര ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിയെ തന്നെ ഈ നിയമനം ഏൽപ്പിക്കണം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സംവരണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇല്ലാതാകും. തീർച്ചയായിട്ടും ഇല്ലാതാവും. നേരത്തെ നമ്മളെ PSC കണക്ക് സുതാര്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനമായിരുന്നു KDRB. ആ റൊട്ടേഷൻ ചാർട്ട് തന്നെയായിരുന്നു ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് നമ്മൾ റിക്രൂട്ട്മെന്റ് പോകുമ്പം എല്ലാം പാർട്ടി വഴിയുള്ള നിയമനവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ റൊട്ടേഷൻ ചാർട്ട് ഒന്നും പാലിക്കപ്പെടത്തുമില്ല, എല്ലാം അനധികൃതമായ നിയമനമായിരിക്കും. KDRBക്ക് നിലവിലുള്ള PSCയുടെ സംവരണം രീതി തന്നെയാണോ വരുന്നത്? അതെ, LGS റൊട്ടേഷനും EWS റൊട്ടേഷനും എല്ലാം അതുപോലെ തന്നെ PSCയുടെ സെയിം റൊട്ടേഷൻ പാറ്റേൺ തന്നെയാണ് KDRB ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ശരിക്കും ഈ ആദ്യം ഇത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ചിട്ട് ഇപ്പോൾ 10-12? അതെ, 2015 ഉമ്മൻചാണ്ടി സർക്കാരാണ് നമ്മൾ KDRB കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് ഇത്രയും നാളത്തെ ഏകദേശം 10,000 പേർക്ക് KDRB വഴി ജോലി കിട്ടുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ഗുരുവായൂർ ദേവസ്വം ഇതിന് മുമ്പ് KDRBയുടെ നിയമനം ഉണ്ടായിട്ടില്ലേ? ഇല്ല, ആദ്യമായിട്ടാണ്. ഇതാദ്യമായിട്ടാണ്. ഇതിന് മുന്നേ എന്ന് വെച്ചാൽ 2015 ശേഷം വന്നിട്ടുണ്ട്. അത് നമുക്ക് വോച്ചർ പോസ്റ്റ്, അതുപോലെ ഇച്ചിരി LGS ലെവലിന്റെ LGS ലെവലിന്റെ എബവ് ഉള്ള പോസ്റ്റുകളായിരുന്നു വന്നോണ്ടിരുന്നത്. അപ്പോൾ അന്നൊന്നും ഈ താൽക്കാലികം അവിടെ ഇല്ല, ആ വിഭാഗത്തിൽ താൽക്കാലികക്കാരില്ലെന്ന്. അതെ, ഇത് 2018 സുപ്രീം കോടതി വിധി പ്രകാരമാണ് ഈ പോസ്റ്റിലേക്ക് പരീക്ഷ നടത്താൻ പറഞ്ഞത്. ഈ അല്ലാതെ അവിടെ എല്ലാം നമ്മളെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും കോൺഗ്രസ് സർക്കാരും എല്ലാവരുടെയും 3 പാർട്ടിക്കാരുടെയും താൽക്കാലികക്കാരായിരുന്നു അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇത് 2018-19 നമ്മളെ സുപ്രീം കോടതി വിധി വരെയും 6 മാസത്തിനുള്ളിൽ പരീക്ഷ നടത്താൻ പറയുകയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തുകൊണ്ട് 3 വർഷത്തിന് അകം വരുന്ന വേക്കൻസി എല്ലാം റിപ്പോർട്ട് ചെയ്ത് അവിടെ നാളെടുക്കാൻ പറയുമായിരുന്നു. അതിന് ബദലായിട്ടാണ് ഈ താൽക്കാലികക്കാർ കേസ് കൊണ്ട് കൊടുത്തതും നമ്മളിപ്പോൾ സുപ്രീം കോടതി നിൽക്കുന്നത്. ഇപ്പം ആരാണ് സുപ്രീം കോടതിയിൽ ആരായിരുന്നു പോയത്? നിങ്ങൾ തന്നെ, ഉദ്യോഗാർത്ഥികൾ തന്നെയാണോ അന്ന് പോയത് ഈ പരീക്ഷ നടത്തണമെന്നും പറഞ്ഞു? ആ പരീക്ഷ നടത്തണമെന്ന് പറഞ്ഞ് നമ്മൾ ഉദ്യോഗാർത്ഥികൾ ആ സമയത്ത് ഇല്ലായിരുന്നു. 2018 വിധിക്ക് താൽക്കാലികക്കാർക്കെതിരെ അല്ലാതെ പ്രൈവറ്റ് പാർട്ടി കൊടുത്തതായിരുന്നു. അങ്ങനെയാണ് വിധി വന്നത്. അങ്ങനെ വന്നതാണ്. അപ്പോൾ അതാണ് മറികടക്കാനാണ് അവരിപ്പം സർക്കാരിൻ്റെ കൂടെ സഹായം തേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അപ്പം നിങ്ങൾ എത്ര നാളായിട്ട് ഇത് പിന്നെ പരിശീലിച്ചിട്ടാണ് ഇപ്പം പരീക്ഷ എഴുതിയത്? എത്ര പഠിച്ചിട്ടാ? ഇതിപ്പം എക്സാം വിളിക്കുന്ന ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മറ്റേ കോടതി വിധി വന്ന ഉടനെ തന്നെ നമ്മൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ 1.5 വർഷമായി ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക. ഇതിന്റെ വാല്യുവേഷൻ ഒക്കെ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. 2-3 ഷോർട്ട് ലിസ്റ്റ് വരെ വന്നിട്ടുണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റ് വന്നതാണ്? ഷോർട്ട് ലിസ്റ്റ് വന്നിരുന്നു. അത് പബ്ലിഷ് ചെയ്തിരുന്നു അല്ലേ? 2-3 ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഈ വിധി വന്നപ്പം ആ ഷോർട്ട് ലിസ്റ്റ് എല്ലാം സൈറ്റിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. അത് അവരങ്ങനെ ഒരു ഉത്തരവ് വല്ലതും മേടിച്ചിട്ടുണ്ടോ അതിനകത്ത്? ഉത്തരവ് വന്ന ഉടനെ ഈ സെക്ഷൻ 9 പോയ ഉടനെ KDRB ആയിട്ട് വേറെ പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി റിമൂവ് ചെയ്തിരിക്കും. അപ്പോൾ അവർ പറയുന്നത് കോടതി വിധി അനുകൂലമായെങ്കിൽ മാത്രമേ നിയമനം നടക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവിടെ ഈ താൽക്കാലികക്കാരെ തന്നെ തുടരുന്നു. പുതിയ നിയമനങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ദേവസ്വം മാനേജ്മെന്റ് മുഖേനയും നടക്കുന്നില്ല. ഇല്ല. അവിടെ താൽക്കാലികക്കാർ ഇപ്പം 2-3 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. 2-3 പോസ്റ്റിലേക്കുള്ള വേക്കൻസി എല്ലാം താൽക്കാലികമാണ്. ഒന്നെങ്കിൽ 179 ദിവസം എന്നുള്ള ക്രൈറ്റീരിയ വെച്ചാണ് അവർ എടുക്കുന്നത്. ഇല്ലെങ്കിൽ താൽക്കാലികം അടുത്ത പെർമനന്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്നവരെ, കോടതി വിധി വന്ന് KDRB പെർമനന്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്നവരെ അവർക്ക് തുടർന്ന് പോകാം. ക്ലെയിം ഉണ്ടായിരിക്കാനില്ല 179 ദിവസം പറയുന്നത്. അതല്ലേ, അങ്ങനല്ലേ ചെയ്യുന്നത്? എന്നിട്ടാണ് ഇവർ ഈ 10 വർഷം നിരന്തരമായിട്ട് ഞങ്ങൾ ജോലി ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇത് തരണം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ പ്രവൃത്തി പരിചയമായിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഈ പഠിച്ച് പാസ്സായ ആൾക്കാരെ അവിടെ തടയപ്പെടും. എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നൂറുകണക്കിന്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നൂറുകണക്കിനല്ല ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയൊരു പരീക്ഷയാണ്. അവിടെയാണ് ഇത് സർക്കാരിൽ മാത്രമാണ് ഇവർക്ക് ഏക പ്രതീക്ഷ. താൽക്കാലികക്കാരായിട്ടുള്ള യൂണിയൻകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേവസ്വം മന്ത്രി ഇടപെടുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ, അതായത് ഈ താൽക്കാലിക ജീവനക്കാർ നൽകിയിരിക്കുന്ന ഹർജിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ നേരത്തെ ഉണ്ടായിരുന്നു. കേരള സർക്കാർ, കഴിഞ്ഞ സർക്കാർ അതിനകത്ത് കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഈ സർക്കാർ എത്തുമ്പോൾ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. PSC അടക്കം വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന നടപടിക്കെതിരെ സമരം ആരംഭിക്കും എന്നാണ് ഈ ഉദ്യോഗാർത്ഥികൾ അറിയിച്ചത്.